സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പഠിച്ച പണി 18 നോക്കുന്നുണ്ട് മീനാക്ഷി. നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ബാലേട്ടൻ 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 എന്നുള്ളൊരു നാമം മാത്രമേ ഉള്ളൂ. ബാലേട്ടൻ എന്ത് പറയും, ബാലേട്ടൻ എനിക്ക് പേടിന് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആര്യനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. അപ്പൊ അമ്മരെ മോനല്ലേ, ഞാനും ആകാശേട്ടനും തെറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇവിടെ അകത്ത്, ആര്യൻ പുറത്തും, അത് ശരിയല്ല അമ്മേ. അമ്മരെ പാലാണ് അവന്റെ രക്തം, അമ്മരെ മടിയിൽ കിടന്നല്ലേ അവൻ ഉറങ്ങിയതും കളിച്ചതും, അതൊക്കെ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ശരിയെന്ന് പറയുന്നുണ്ട്. എന്നാ അമ്മ പോയി വിളിച്ചുകൊണ്ട് വരണം, ഞാനും വരാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും ഈ ബാലനെ ധിക്കരിക്കാൻ ഗോമതിക്ക് കഴിയുന്നില്ല. അന്ന് ആര്യനില്ലാണ്ട് ജീവിക്കാനും പറ്റില്ലാത്ത അവസ്ഥയായി. അനിയത്തിയും പറയുന്നുണ്ട്, എന്നാ പോകാമ്മേ, പോയി ചേട്ടനെ കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, അപ്പൊ ഇന്ന് ഇവിടെ ദുര്യോധനവധമാണ് കാണാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ എന്താവും സംഭവിക്കുക എന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുന്നുണ്ട്. മീനാക്ഷി പിന്നെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഗോമതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാമൊക്കെ ആയിട്ട് അമ്മ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണ്, അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനെ ധിക്കരിക്കണം എന്നാണോ നീ പറയുന്നതെന്ന് വെച്ചപ്പോൾ, എന്നല്ല ഞാൻ പറഞ്ഞത്, ഭാര്യമാർ തെറ്റേയും ഭർത്താക്കന്മാർക്ക് അവരെ ശിക്ഷിക്കാല്ല, അപ്പൊ നമ്മൾ ശിക്ഷിക്കല്ല, നമ്മൾ തിരുത്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി അങ്ങനെ ഉപദേശിച്ച്. അങ്ങനെ ഒരു കണക്കിന് ശരി, ധൈര്യം സംഭരിച്ച് ഞാൻ പോകാം എൻ്റെ മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അവനെ വിളിച്ചില്ലെങ്കിൽ അവൻ നമ്മളിൽ നിന്ന് കൂടുതൽ അകന്നു പോകും, പിന്നെ അമ്മ ദുഃഖിച്ചിട്ട് കാര്യമില്ലാട്ടാ എന്ന് പറയുന്നുണ്ട്. അമ്മ ഈ വീട്ടിൽ ഇന്ന് വരെ അമ്മയ്ക്കായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന, അച്ഛൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന, അച്ഛന് ഇഷ്ടമുള്ള ഭക്ഷണം വെക്കുന്നു, ഇതൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. അമ്മയ്ക്കൊരു ഇഷ്ടമുണ്ട്, അമ്മയ്ക്കൊരു തീരുമാനമുണ്ട്. അമ്മ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, സ്വന്തം മോൻ്റെ കാര്യത്തിലെങ്കിലും അമ്മ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എരി കയറ്റി ശരി പോകാം എന്നാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യൻ കിടന്നുറങ്ങാണ്. രാമേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ ഗോമതി വന്ന് വിളിക്കുന്നുണ്ട്, മോനെ ആര്യ എന്ന് പറഞ്ഞപ്പോൾ അമ്മേ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ആര്യം കണ്ണ് തുറന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ എന്തീ കാണണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ എന്നെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ അച്ഛൻ എന്നെ കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനല്ല, ഞാനാണ് പറയുന്നത്, നീ വരണം എന്നറപ്പോൾ ഞാൻ വരില്ല അമ്മേ, അച്ഛൻ ഇഷ്ടപ്പെടില്ല, ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നീ ആലോചിക്കേണ്ട, നീ വന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്ഥലത്ത് അവിടെ ഒരു പൊതിയൊക്കെ ഇരിക്കുന്നത്, എന്താ മോനെ എന്ന് വെച്ചപ്പോൾ ഇതിലെ കഞ്ഞിനമ്മയെന്ന് അറിയാം. അപ്പോൾ ഗോമതിക്ക് വളരെ വിഷമാവും. അങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്ക് ചിക്കനും പൊറോട്ടയും ആയിരിക്കുള്ളൂ. ആ സമയത്ത് ഗോമതി ആര്യൻ്റെ ചെവി പിടിച്ച് മുരുങ്ങുന്നുണ്ട്. നോണ പറയുന്നോടാന്നൊക്കെ ചോദിച്ച് അങ്ങനെ അമ്മ ഞാൻ അവിടെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല മീനാക്ഷി എന്തെങ്കിലും ആവട്ടെ, അമ്മ ഞാൻ പുറത്തായാലും മീനാക്ഷി ചേച്ചിയും അമ്മയും സെറ്റായല്ലോ, അതെനിക്ക് മീനാക്ഷി ഇടത്തിയും അമ്മയും സെറ്റായി. ആരും സെറ്റാവിടെ, ഞാനൊന്നും സെറ്റായിട്ടില്ല. ഞാൻ ബാലേട്ടൻ എന്ത് ഇവളെ അംഗീകരിക്കില്ല അന്ന് ഞാനും അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗോമതി വലിയ ഗമയൊക്കെ ഇടും. മീനാക്ഷി അതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ ആര്യനെ വിളിച്ച് നീ പോയി ഡ്രസ്സ് മാറും, ഞാനിവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യ കൂട്ടാക്കാണ്ടാകുമ്പോൾ ഗോമതി ആ കട്ടിൽ മിരിക്കും. എന്നാൽ ശരി നീ പോണ്ട, നമുക്ക് രണ്ടാം കൂടെ നിൽക്കാം, മീനാക്ഷി നീ വീട്ടിൽ പോക്കാം, വീട്ടിൽ പോയി അവരോട് എല്ലാവരോടും പറയും എൻ്റെ മോനില്ലാത്ത വീട്ടിൽ ഞാനും വരില്ല, അവൻ എവിടെയാണ് അവിടെ ഞാനുണ്ടാവും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഗോമതി അങ്ങനെ വാശി പിടിച്ചപ്പോൾ ആര്യന് നിവർത്തില്ലാണ്ട് ആര്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന കടയിൽ നല്ല കച്ചവടമൊക്കെ നടക്കുന്ന സമയത്ത് ആകാശിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് മീനാക്ഷിന്. അച്ഛൻ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് ആര്യൻ. എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ ഇങ്ങോട്ട് പറയണ്ട, ആര്യൻ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആര്യനോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആകാശ് പേടിക്കുന്നുണ്ട്. അച്ഛൻ വിളിക്കാൻ പറഞ്ഞിട്ടല്ല, അമ്മ വിളിച്ചുകൊണ്ട് വന്നതാണ്, അമ്മ ആരോടും ചോദിച്ചില്ല, അമ്മയുടെ സ്വന്തം ഇഷ്ടത്തിന് വിളിച്ചാന്നൊക്കെ പറയും. അങ്ങനെ ധർമ്മം വന്ന് ചോദിക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചപ്പോൾ എന്താടാന്ന് ചോദിച്ചപ്പോൾ ആര്യം വീട്ടിലേക്ക് വന്നെന്ന്. അപ്പം ഇന്ന് അവിടെ ദുര്യോധനവാദം കാണാല്ലേ അളിയൻ്റെ വക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധർമ്മനും പേടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യന് നമ്മുടെ ഗോമതി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ കോരി വാരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ധർമ്മനും ആകാശവും ഓടി വരുന്നുണ്ട്. എടാ നീ എന്താടാ ഈ എന്ത് ഭക്ഷണം കഴിപ്പണ്, നീ ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കാത്ത പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ധർമ്മം ചോദിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയതല്ലേ, ഞാനാണെങ്കിൽ ഇത് കഴിച്ചിട്ട് 2 ദിവസമായില്ലേ മാമ എന്നൊക്കെ പറഞ്ഞായിട്ട് കഴിക്കുന്നു. എടാ നീ ഇങ്ങോട്ട് വന്നതിൽ അച്ഛൻ എന്ത് പറയാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ധർമ്മന് പേടിയുണ്ട്. ആകാശിനാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. ആകാശ് പറയുന്നുണ്ട് മോനെ നീ എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് വേണ്ടിയല്ലടാ നീ ഇങ്ങനെ, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് നീ പുറത്തായതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും സാരമില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് വരുന്നുണ്ട്. ആനന്ദ് വരുമ്പോൾ ആനന്ദിന് ആര്യനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എടാ മോനെ നീ വന്നോ, നിന്നെ അച്ഛൻ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെ നിന്ന്, അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ വിളിച്ചിട്ട് വന്നാണെന്ന് പറയുന്നു.
അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആവാം മോനെ എനിക്കൊന്നും അറിയില്ല. അപ്പോഴത്തെ സമയത്ത് ഈ മീനാക്ഷി പറഞ്ഞ ധൈര്യത്തിൽ ഞാൻ പോയി വിളിച്ചതെന്ന്. എൻ്റെ മോൻ ഇവിടെ വേണം, പാലേട്ടനേക്ക് ധിക്കരിക്കാനും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ബാലേട്ടൻ എന്ന് പറയുമ്പോൾ ഗോമതിക്ക് ഒരു ജാതി വെപ്രാളം വിറയലൊക്കെ ഇനി. അമ്മ ഞാൻ പറഞ്ഞു തന്നതൊക്കെ അമ്മ അതേപോലെ പറഞ്ഞാൽ മതി, അമ്മ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഗോമതി എങ്കിൽ ബോധം കെടുന്ന അവസ്ഥ പോലെ ആയിട്ടുണ്ട്. ഗോമതി പേടിച്ചിട്ട് അങ്ങനെ ബാലൻ ഇങ്ങനെ കയറി വരുമ്പോൾ ആകാശിനെയും നമ്മുടെ അതുപോലെ തന്നെ മാമനെയും ധർമ്മനെയും കാണുമ്പോൾ നിങ്ങൾ എന്ത് ഇത്ര പെട്ടെന്ന് കടയിൽ നിന്ന് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നേരത്തെ പോകുന്നത് എന്തേന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇല്ല അളിയാ, ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞ് ധർമ്മൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആ സമയത്ത് എന്താ ഗോമതിക്ക് ഒരു ടെൻഷൻ പോലെ, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കൂളെന്ന് നമ്മുടെ മീനാക്ഷി ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂളോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂൾ ഡ്രിങ്ക്സ് എന്നാണ് അച്ഛാ ഉദ്ദേശിച്ചത്. കൂൾ ഡ്രിങ്ക്സ് ഒന്നും വിളി ഈ സമയത്ത് കുടിക്കാറില്ലല്ലോ, ഇതൊന്നും നമുക്ക് പതിവില്ലാത്താണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് എന്താ പറ്റി, എന്താ വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തിന് പെട്ടെന്ന് ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആര്യൻ അങ്ങോട്ട് കണ്ടോടുകൂടി ബാലൻ പ്രേതത്തിനെ കണ്ട പോലത്തെ മുഖമായിട്ട് ആര്യൻ അങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. നിന്നോട് ആര് പറഞ്ഞടാ എൻ്റെ വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ഗോമതിരെ ചെവിട്ടി ചെന്ന് പറയുന്ന അമ്മ ഞാൻ പറഞ്ഞ പോലെയൊക്കെ പറയും, ധൈര്യപ്പെട്ട് പറയും എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ആരട്ടെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. ആനന്ദ നീയാണോ, ധർമ്മ നീയാണോ, ആകാശ നീയാണോ, പിന്നെ ആ കുഞ്ഞിനോട് അനിയത്തിയോട് വരെ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും ആണോ ചോദിച്ചപ്പോൾ ആരും അല്ല എന്ന് പറയും. ലാസ്റ്റ് അനിയത്തി പറയും അമ്മേനെന്ന് പറയും. അമ്മേണെന്ന് പറയുമ്പോൾ ഗോമതി ഇന്ന് അലറി വിളിക്കുന്നുണ്ട്. അലറി വിളിക്കൊന്നും വേണ്ട, എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് വരാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഗോമതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ബാലൻ ആകെ ഞെട്ടുന്നുണ്ട്. ഗോമതി തന്നെയാണ് ഈ പറയുന്നത് എന്നാലോചിച്ചിട്ട്. ആ സമയത്ത് മീനാക്ഷി ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമുണ്ട്. എൻ്റെ മോൻ്റെ കാര്യത്തിലെങ്കിലും എനിക്ക് അവകാശം, എനിക്ക് ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യം വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വെച്ച് വിളമ്പി ബാലേട്ടന് ഗോമതി സ്റ്റോഴ്സും പിന്നെ നാട്ടുകാരും മാത്രം മതി, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ത് കാര്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു ബാലേട്ടന് മാത്രമാണ് ബാലേട്ടൻ്റെ വിചാരം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഈ വീടും അടുക്കളയും എൻ്റെ മക്കളും നിങ്ങളൊക്കെ ഇനി ലോകം, അതുകൊണ്ട് എനിക്ക് എൻ്റെ ആര്യനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എൻ്റെ മോൻ ഇവിടെ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ഒപ്പം ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ പറയുന്നുണ്ട് നിങ്ങൾ ആരും ഇറങ്ങണ്ട, ഞാൻ ഈ വീട് കത്തിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ആ തീയിൽ ഞാൻ ചാടിച്ചാവുന്നു. അതൊക്കെ മീനാക്ഷി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതാണ്. ഞാൻ ചാടിച്ചാവും, എന്നാൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പോകുന്നു ബാലൻ പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെട്ട് ബാലൻ ഇറങ്ങി പോകാൻ പോകുമ്പോൾ നമ്മുടെ ആര്യം വന്ന് പറയുന്നുണ്ട് അച്ഛൻ പോകണ്ട, ഞാൻ പൊക്കോളാം, തെറ്റ് ചെയ്തത് ഞാനാണ്, അറിയാതെ മനഃപൂർവ്വം ചെയ്തതല്ല, ഏട്ടൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാനത് കൂട്ടുനിന്ന് പോയതാണ്, ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു, പക്ഷേ അമ്മ വിളിച്ചത് രണ്ടാമത്തെ കാര്യമാണ്, എനിക്ക് നിങ്ങളൊന്നും കാണാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്നതാണ്, എനിക്ക് അച്ഛനെയും അമ്മനെയും ഏട്ടന്മാരെയും അതുപോലെ തന്നെ അനിയത്തിനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ വന്നതാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കും, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ആര്യൻ ഇറങ്ങാൻ നിൽക്കുന്നു. പടി ഇറങ്ങണ വഴിക്ക് നമ്മുടെ ബാലൻ ആര്യൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ചേർത്ത് നിർത്തിട്ട് പറയുന്നത് നീ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞ് 2 മിനിറ്റ് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ബാലൻ ഇറങ്ങി പോകുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.